തെർമൽ സ്ട്രെസ് ഇൻ കോമ്പോസിറ്റ് ബാസ് ആണ് പറയുന്നത്. കോമ്പോസിറ്റ് ബാസ് എന്ന് പറഞ്ഞാൽ രണ്ടിൽ കൂടുതൽ ബാസ് ഉള്ളതാണ് കോമ്പോസിറ്റ് ബാസ്. അപ്പോൾ ഈ കേസിൽ ഞാൻ 2 ബാസാണ് എടുത്തേക്കുന്നത്, ഒരു ബ്രാസ് ബാറും ഒരു സ്റ്റീൽ ബാറും. അപ്പോൾ ബ്രാസ് ബാറിൻ്റെ കോഎഫിഷ്യൻ ഓഫ് ലീനിയർ എക്സ്പാൻഷൻ കൂടുതലാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആൽഫ 1 ആണ് ഞാൻ ബ്രാസ് ബാറിൻ്റെ കോഎഫിഷ്യൻ ലീനിയർ എക്സ്പാൻഷൻ എടുത്തത്, ആൽഫ 2 സ്റ്റീലിൻ്റെ. അപ്പോൾ ആൽഫ 1 ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ആൽഫ 2 ആണ്. ക്വസ്റ്റ്യനിൽ തരുന്നത് ആൽഫ 1 ആൽഫ 2. അപ്പോൾ ഏതാണോ ആൽഫ കൂടുതലുള്ള അതിനായിരിക്കും കംപ്രഷനായി നടന്നത്. അത് ഞാൻ പറഞ്ഞുതരാം. ബ്രാസ് ബാർ ആദ്യം ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എക്സ്പാൻഡ് ചെയ്ത് സിയിൽ വരും. അതേപോലെ സ്റ്റീൽ ബാർ എക്സ്പാൻഡ് ചെയ്ത് ഡിയിൽ വരും. പക്ഷേ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇവ രണ്ടിലും ഒരേ പൊസിഷനിലായിരിക്കും. ഈ സിയിലുള്ള ബ്രാസ് ബാർ കംപ്രസ് ചെയ്ത് ഇയിലേക്ക് വരും, ഈ സ്റ്റീൽ ബാർ എക്സ്പാൻഡ് ചെയ്ത് ഇയിലേക്ക് വരും. അപ്പോൾ കംപ്രസീവ് ലോഡ് ഓൺ ബ്രാസ് ബാർ ഈക്വൽ ടു ടെൻസൈൽ ലോഡ് ഓൺ സ്റ്റീൽ ബാർ എന്ന് ഇക്വേറ്റ് ചെയ്യണം. ഇങ്ങനത്തുള്ള പ്രോബ്ലത്തിൽ ആൽഫ 1 വെച്ച് മനസ്സിലാക്കണം ഏതിനാണോ കംപ്രഷൻ, ആൽഫ 1 കൂടുതലുള്ളതായിരിക്കും കംപ്രസ് ചെയ്യുന്നത്. എന്നിട്ട് അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയത്തിൽ കംപ്രസീവ് ലോഡും ടെൻസൈൽ ലോഡും ഈക്വലാക്കി. ഈ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ബാർ അല്ലെ, ബ്രാസ് ബാർ ഇസ് ഈക്വൽ ടു ഫ്രീ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ബാർ മൈനസ് കോൺട്രാക്ഷൻ ഡ്യൂ ടു കംപ്രഷൻ ആണ്. കോൺട്രാക്ഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ്. ഫ്രീ എക്സ്പാൻഷൻ ആൽഫ 1 TL എടുത്തു മൈനസ് കോൺട്രാക്ഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ് സിഗ്മ 1 E1 ഇൻറ്റു L എന്ന് കൊടുത്തു. കോൺട്രാക്ഷൻ ഡ്യൂ ടു കംപ്രസീവ് സ്ട്രെസ്. കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എത്രത്തോളം അതിൽ ലെങ്ത് ചേഞ്ച് ലെങ്ത് ഡെൽറ്റ എല്ലാണ് കോൺട്രാക്ഷൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സിഗ്മ സ്ട്രെസ് ബൈ യങ്സ് മോഡുലസ് ഇൻറ്റു ടോട്ടൽ ലെങ്ത്. അതേപോലെ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ബാർ, ബ്രാസ് ബാറിൻ്റെ കംപ്രഷൻ ആയിട്ടാണ് മൈനസ് ആയത്. ഇനി സ്റ്റീൽ ബാറിൻ്റെ അവിടെ അവിടെ എക്സ്പാൻഷൻ ആണ് നടക്കുന്നത്. അപ്പോൾ ഫ്രീ എക്സ്പാൻഷൻ ഓൾറെഡി അതിനുണ്ടായിരുന്നു. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ബാർ പ്ലസ് വീണ്ടും ഒരു എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ്. എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ്. അപ്പോൾ എക്സ്പാൻഷൻ ഡ്യൂ ടു ടെൻസൈൽ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ആൽഫ 2 TL ആണ്. ഫ്രീ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ബാർ പ്ലസ് എക്സ്പാൻഷൻ ഡ്യൂ ടു അത് ചേഞ്ച് ലെങ്ത് E2 സിഗ്മ 2 E2 ഇൻറ്റു ഒറിജിനൽ ലെങ്ത്. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പം ഇക്വിലിബ്രിയത്തിൽ അല്ലെ ഫൈനലി നമ്മൾ ചെയ്യണം ആക്ച്വൽ എക്സ്പാൻഷൻ. ഇതിൽ രണ്ടിലുണ്ടായ എക്സ്പാൻഷൻ സെയിം ആയിരിക്കും. ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ബാർ ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ബാർ തന്നെ ആയിരിക്കും. എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ബാർ ആയിരിക്കും. അപ്പോൾ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് ബ്രാസ് ബാർ എന്ന് പറഞ്ഞാൽ ആൽഫ 1 TL മൈനസ് സിഗ്മ 1 E1 ഇൻറ്റു ക്യാപിറ്റൽ ഈസ് ഈക്വൽ ടു ആൽഫ 2 TL പ്ലസ് സിഗ്മ 2 E2 ഇൻറ്റു ടോട്ടൽ ലെങ്ത് ആണെന്ന്. ഇങ്ങനെയാണ് ഈ കോമ്പോസിറ്റ് ബാസിൻ്റെ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. ആദ്യം ആൽഫ 1 ആൽഫ 2 ഏതിനാണോ ആൽഫ 1 ആൽഫ വാല്യൂ കൂടുതലുള്ളോ അതിനായിരിക്കും കംപ്രഷൻ നടക്കുന്നത്. അപ്പോൾ കംപ്രസീവ് ലോഡ് ടെൻസൈൽ ലോഡ് ഈക്വൽ ആണ് അറ്റ് ഇക്വിലിബ്രിയം. പിന്നെ ആദ്യം ഉണ്ടാകുന്ന ആക്ച്വൽ എക്സ്പാൻഷനും ഇക്വേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തുള്ള കോമ്പോസിറ്റ് ബാസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ ഡിറ്റർമൈൻ ദ ചേഞ്ചസ് ഇൻ ലെങ്ത് ബ്രെഡ്ത്ത് തിക്നെസ് ഓഫ് എ സ്റ്റീൽ ബാർ 4 meter ലോങ് 30 millimeter diameter wide 20 millimeter thick and is subject to an axial pull of 30 kN in the direction of length. Young's modulus 2 × 10⁵ Newton per millimeter square mu 0.3. അപ്പോൾ ലെങ്ത് എത്ര? ലെങ്ത് 4 meter. 4 meterന് 4000 millimeter. Breadth 13 millimeter and width breadth thickness 20 millimeter ആണ്. ഈ സബ്ജക്റ്റ് ടു ആക്സിയൽ പുൾ ഫോഴ്സ് 30 kN ആണ്. ദ ഡയറക്ഷൻ ഓഫ് ലെങ്ത് യങ്സ് മോഡുലസ് കണ്ടുണ്ട്. യങ്സ് മോഡുലസ് എത്ര? 2 × 10⁵ Newton per millimeter square mu 0.3 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടുള്ളത് എന്താ? Determine the changes in length delta L, delta B, delta
ടി. അപ്പോൾ ഇത് മൂന്നുമാണ് കണ്ടുപിടിക്കേണ്ടുള്ളത്. അപ്പം നമുക്ക് ഡെൽറ്റ എൽ കണ്ടുപിടിക്കാൻ നമുക്കറിയാം പി എൽ ബൈ എ ഡയറക്റ്റ് കൊടുത്തൂടെ. പി എത്ര 13 കിലോ ന്യൂട്ടൺ, ലെങ്ത് ടോട്ടൽ ലെങ്ത് 4000 millimeter, ഏരിയ പൈ ഡി സ്ക്വയർ, ഏരിയ ഹാഫ് എൽ ബൈ ഏരിയ ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ് ഏരിയ, ബ്രെഡ്ത്ത് ഇൻറ്റു തിക്നെസ് ഇൻറ്റു ഏരിയ ഇൻറ്റു യങ്സ് മോഡുലസ്. അപ്പോൾ 0.00025 millimeter ആണ് ചേഞ്ച് ഇൻ ലെങ്ത്. അപ്പം പി എൽ ബൈ അപ്പോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ വിഡ്ത്ത് തിക്നെസ്, ഏരിയ വിഡ്ത്തും തിക്നെസ്സും തന്നാൽ വിഡ്ത്ത് ഇൻറ്റു തിക്നെസ് ആണ്. ഇനി ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അപ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡെൽറ്റ എൽ ബൈ എൽ ആണ് 0.00025 ബൈ ഒറിജിൻ ലെങ്ത് ആയ 4000 millimeter. അപ്പം ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ കിട്ടും. അപ്പം ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ മൈനസ് സ്ട്രെയിൻ കണ്ടുപിടിക്കുക മൈനസ് മ്യൂ ഇൻറ്റു ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ മൈനസ് മ്യൂവിൻ്റെ വാല്യൂ 0.3 ഇൻറ്റു 0.00025 ബൈ 4000. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ലാറ്ററൽ സ്ട്രെയിനിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. ഇനി ഡെൽറ്റ ബി ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കാൻ. അപ്പോൾ നമുക്ക് മ്യൂ ആണെങ്കിൽ ചേഞ്ച് ഇൻ ബ്രെഡ്ത്ത് കണ്ടുപിടിക്കുക. മ്യൂ എന്ന് പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂണൽ ബൈ ലാറ്ററൽ ആണ് അല്ലേ. ലോഞ്ചിറ്റ്യൂണൽ ബൈ ലാറ്ററൽ ആണ്. ലോഞ്ചിറ്റ്യൂണൽ ബൈ ഡെൽറ്റ എൽ ബൈ എൽ ബൈ ഡെൽറ്റ ബി ബൈ ബി. അത് നമുക്ക് ഡെൽറ്റ ബി ആണ് കാണുക. ഡെൽറ്റ എൽ ബൈ എൽ ലോഞ്ചിറ്റ്യൂണൽ സ്ട്രെയിൻ ഡയറക്റ്റ് നമ്മൾ കണ്ടുപിടിച്ചു. ഡെൽറ്റ ബി കണ്ടുപിടിക്കാൻ ഡെൽറ്റ മ്യൂ ഇൻറ്റു ഇല്ലേ ഡെൽറ്റ ബി കണ്ടുപിടിക്കാൻ ഡെൽറ്റ എൽ ബൈ എൽ ഇൻറ്റു ഇൻറ്റു ബി ബൈ മ്യൂ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഡെൽറ്റ എല്ലിൻ്റെ വാല്യൂ എത്ര, ഡെൽറ്റ എൽ മ്യൂവിൻ്റെ വാല്യൂ 0.3 0.0025 ഡെൽറ്റ എൽ ബൈ എൽ കിട്ടി ഇൻറ്റു ബി എത്ര 30 millimeter ബ്രെഡ്ത്ത്. അപ്പോൾ ഡെൽറ്റ ബി കിട്ടും. ഡെൽറ്റ ബി നമുക്ക് കിട്ടും. ഡെൽറ്റ ബിയുടെ വാല്യൂ അപ്പോൾ 0.00225 millimeter കിട്ടും. അപ്പോൾ ഡെൽറ്റ ബി കിട്ടി. അപ്പം ഓൾറെഡി നമുക്ക് മ്യൂ കിട്ടി, ഡെൽറ്റ ബി കിട്ടി, ഡെൽറ്റ എൽ കിട്ടി. ഇനി ചേഞ്ച് ഇൻ തിക്നെസ് ഡെൽറ്റ ടി ആണ്. ഡെൽറ്റ ടി ബൈ ടി തന്നെയാണ് lateral strain. Lateral strain already കണ്ടുപിടിച്ചു. അപ്പോൾ lateral strain equation delta T by T or delta B by breadth thickness by thickness അല്ലെങ്കിൽ change in thickness by total thickness original thickness or delta breadth by breadth തന്നെ. അപ്പോൾ lateral strain into ആ വാല്യൂയിലേക്ക് lateral strain into original thickness ചെയ്യുമ്പം that is 20 into 0.3 into 0.0025 by 4000 ചെയ്യുമ്പോൾ 0.0015 millimeter ആയ ചേഞ്ച് ഇൻ തിക്നെസ് നമുക്ക് കിട്ടും.